ഹായ് സുഹൃത്തുക്കളെ, നമുക്ക് ഒരു റെമഡിയുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാ പ്ലാനറ്റുകളെയും എങ്ങനെ കാരണം ഒരു പോസിറ്റീവ് ആക്കാമെന്ന്. കാരണം മലയാളത്തിൽ തന്നെ ഇങ്ങനെയുള്ളൊരു വീഡിയോ ഇന്ന് വരെ വന്നിരിക്കാൻ സാധ്യതയില്ല. ഇത് ഞാൻ ബൃഹനാഡി അസ്ട്രോളജിയുടെ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതിൻ്റെ റെമഡിയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മെയിൻ നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഗ്രഹങ്ങളാണ് നമുക്ക് നെഗറ്റീവായിട്ട് നിൽക്കേണ്ടത്, പോസിറ്റീവായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിച്ചിട്ട് വേണം റെമഡി ചെയ്യാൻ. എന്തായാലും നിങ്ങളുടെ റെമഡി ചെയ്യുക, മീൻസ് റെമഡി കേൾക്കുക. കാരണം എല്ലാവർക്കും ഗ്രഹങ്ങളുണ്ട്. കാരണം 9 ഗ്രഹങ്ങളും 12 രാശികളും. അപ്പോൾ ഈ 9 ഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ആ ഗ്രഹങ്ങളുടെ പൊസിഷൻ മാറി മാറി വരുന്നതിനനുസരിച്ച് നമുക്ക് ഉയർച്ച താഴ്ചകൾ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. അങ്ങനെയാണല്ലോ. അപ്പം അതിനകത്ത് ചില ആൾക്കാരുടെ ഗ്രഹങ്ങളുടെ ഒരു കണക്ടിവിറ്റി ഉണ്ട്. സപ്പോസ് ഇപ്പോൾ അമിതാഭ് ബച്ചനാണ് ഒരു 11 കൂടുതൽ ധനയോഗമുള്ളൊരു ഇതാണ്. പക്ഷേ എന്നൊരു പുള്ളിക്ക് കേതു കണക്റ്റഡ് എന്ന് പറയുമ്പോഴത്തേന് ആ ധനത്തെ കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഈ കട്ട് ചെയ്ത് കളയുമ്പോഴെന്ന് നമുക്ക് ആ ഒരു ഭാഗ്യത്തെ തട്ടിത്തെറിപ്പിച്ച് കളയുക. ഇപ്പോൾ ABC കോർപ്പറേഷന്, കോൻബെനക, കോർപ്പതി ഈ ഒരുക്കെ പ്രൊജക്റ്റിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ 840 കോടി ABC മാത്രം പോയത് പണ്ടത്തെ കാലത്ത്. ഇപ്പോൾ 8000 കോടിയുടെ വാല്യൂ ആണ് അന്നത്തെ 840 കോടി. അപ്പോൾ അങ്ങനെ ഭയങ്കര ടൈപ്പ് ജീവിതത്തിലെ ഈ പല സാഹിത്യങ്ങളെ പോയിട്ട് പുള്ളിയേറ്റോടി പേര് ചേഞ്ച് ചെയ്തു. അങ്ങനെ പല ഇത് ചെയ്തെന്ന് പറഞ്ഞാലും പറയുവാണ്. അപ്പോൾ ആ ഒരു പ്ലാനറ്ററി പൊസിഷൻ്റെ ആയിട്ടുള്ള അപ്പോൾ അതിനകത്ത് നമുക്ക് ചെയ്യാനുള്ള ആ പുള്ളിക്ക് ഇപ്പോൾ തന്നെ ബാബ രാംദേവ് സപ്പോസ് എക്സാമ്പിൾ പറഞ്ഞാൽ, ബാബ രാംദേവിന് ഇതേമാതിരി വേറൊരു ഇതാണ്. പുള്ളിയുടെ ആണെങ്കിലും ഇതേമാതിരി കേത് കണക്റ്റാണ്. പക്ഷേ പുള്ളി ഒക്കൾട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ല ആയുർവേദ മെഡിസിൻ, ആയുർവേദമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള അതെന്ന് പറഞ്ഞാൽ കേതുവിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു നോക്കുമ്പോൾ അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ആ റെമഡി പാർട്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ അനുസരിച്ച് പറ്റുന്ന രീതിയിൽ ഓരോത്തിൻ്റെ അനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ അതിനകത്ത് അതുപോലെ ഇനി നമുക്ക് ശനിയെ ഒന്ന് നോക്കാം. ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വെട്ടിലും പാടാം. ആരുടെ വൃത്തിയായിട്ടായാലും ലഗ്നത്തിൽ ശനി വന്ന് നിൽക്കുന്നത് 8ാം ഭാവത്തിൽ നിൽക്കുന്നതും അത്ര നല്ലതല്ല. അപ്പോൾ അവരുടെ മാരേജ് കാര്യങ്ങൾ ഡിലേ ആവുക, പല കാര്യങ്ങൾ ഡിലേ ആകാനുള്ള സാധ്യത, അങ്ങനെയൊക്കെ ഉള്ള പല പ്രശ്നങ്ങളും അവിടെ വരും. അതേമാതിരി 1, 4, 8, 12ലും ബാടാണ്. പക്ഷേ ഈ 1ലും 8ലും പാടാണെന്ന് മനസ്സിലാക്കാം. 4ലും പാടാണ്, 1, 4, 8. അപ്പം അങ്ങനെയുള്ള ഒരു ശനിയുടെ ആട്ടം. അപ്പോൾ ശനിയുടെ അങ്ങനെ കറുത്ത ഉഴുന്ന് ദരിദ്രർക്ക് ദാനം ചെയ്യുക. അതുപോലെ ആലിന് വെള്ളം ഒഴിക്കുക. ഈ പറഞ്ഞ പേരാലിന് വെള്ളം ഒഴിക്കുന്നത് ഇത് ഈ പറഞ്ഞ ശനിയെയും പോസിറ്റീവ് ആക്കാം, ഈ പറഞ്ഞ ഗുരുവിനെയും പോസിറ്റീവ് ആക്കാം. ശിവലിംഗത്തിൽ പാലഭിഷേകം ചെയ്യുന്നത് ഒക്കെ ശനിയെ പോസിറ്റീവ് ആക്കാനുള്ളതാണ്. ഉഴുന്നുവട ദാനം ചെയ്യുക. പ്രത്യേകിച്ച് ഉഴുന്നുവട മുടന്തർക്ക്, അന്തർക്ക്, കണ്ണു കാണാൻ പറ്റാത്തവർ, മുടന്തര്, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉഴുന്നുവട ദാനം ചെയ്യുന്നത് ഒക്കെ നല്ലതാണ്. അങ്ങനെയുള്ള അതുപോലെ കമ്പിളി ദാനം ചെയ്യുന്നത് പ്രത്യേകിച്ച് കേതുവിനെയും കൂടെ പോസിറ്റീവാക്കാം. അത് കമ്പിളി ദാനം ചെയ്യുന്ന 60 വയസ്സിന് മേളിലുള്ള ആൾക്കാർക്ക്, പ്രായമായുള്ളവർക്കും ആൾക്കാർക്കും, അതുപോലെ അങ്ങനെയുള്ള ആൾക്കാർക്ക്, അല്ല അന്ധര്, കണ്ണു കാണാൻ പറ്റാത്തതിൻ്റെ മുടന്തര്, അങ്ങനെയുള്ള റേഡിയേഷനിൽപ്പെട്ട ആൾക്കാർക്ക് കമ്പിളി ദാനം ചെയ്യുന്നത് കേതുവിനെയും ഇങ്ങനെയുള്ള പോസിറ്റീവ് ആക്കാൻ നല്ലതാണ്. അതുപോലെ കറുത്ത വസ്ത്രം ദാനം ചെയ്യുന്നത്, അമ്പലത്തിലൊക്കെ കറുത്ത വസ്ത്രം ദാനം ചെയ്യുക, ഏതെങ്കിലും ആരാധനാലയങ്ങളിൽ കറുത്ത വസ്ത്രം ദാനം ചെയ്യുക എന്നാണ്. അത് ശനിയെ പോസിറ്റീവ് ആക്കാനാണ്. കാക്കയ്ക്ക് ഫുഡ് കൊടുക്കുന്നത്, തെരുവ് പട്ടിക്ക് ഫുഡ് കൊടുക്കുന്നതൊക്കെ ശനിയെ പോസിറ്റീവ് ആക്കാനാണ്. അതുപോലെ എരുമയ്ക്ക് പുല്ല് കൊടുക്കുക. എരുമയ്ക്ക് പുല്ല് കൊടുത്തു കഴിഞ്ഞാൽ ശനിയെ പോസിറ്റീവ് ആക്കാനുള്ള ഒരു കർമ്മമാണ്. ബെഗേഴ്സിന്, ധർമ്മക്കാരെ, അങ്ങനെയുള്ളവർക്ക് പ്രത്യേകിച്ച് ഫുഡ് കൊടുക്കുക, കറുത്ത വസ്ത്രം ദാനം ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ശനിയെ പോസിറ്റീവ് ആക്കാനുള്ള. അതുപോലെ ശനിയുടെ ബീജമന്ത്രം ജപിക്കാം. പിന്നെ മൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നത്. കൂടാതെ ശനിയെ അതുപോലെ ചില വൃത്തിയാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ശനിയുടെ കൂടെ ചില ഗ്രഹങ്ങൾ ശനിയുടെ ആയിട്ട് എനിമീസായിട്ടുള്ള പ്ലാനറ്ററി പൊസിഷന് ഈ സപ്പോസ് കേതുവൊക്കെ ശനിയുടെ ശത്രുക്കളാണ്. അങ്ങനെ ചില ഗ്രഹങ്ങൾ ശനിയുടെ ആയിട്ടുള്ള ശത്രുഗ്രഹങ്ങളെ വന്ന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു അപ്പോൾ ശനി അഴുക്കാകും. നമ്മുടെ ഈ ശനി നല്ല ശനിയാണേലും നമ്മുടെ ഈ ഇതിൻ്റെ കൂടെ കേതുവൊക്കെ വന്ന് നിൽക്കുക. അതുപോലെ ശനിയുടെ കൂടെ സപ്പോസ് ചൊവ്വ വന്ന് നിന്നാലും ശനി ചീത്തയാകും. ചൊവ്വയും ശനിയും കൂടെ ചേരത്തില്ല. അതുപോലെ ഈ പറഞ്ഞ മാതിരി കേതു, രാഹു, ശനി, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള റേഡിയേഷൻ വരുമ്പോഴത്തേന് ഓട്ടോമാറ്റിക്കലി ശനി നമുക്ക് നല്ല ശനിയാണെങ്കിലും ആ ഒരു ശനി മോശമാകുമെന്നുള്ള മനസ്സിലാക്കിയിരിക്കുക.
അപ്പം നമുക്ക് ശനിയെ പോസിറ്റീവാക്കാൻ അതേമാതിരി 60 വയസ്സുള്ള മേളിലുള്ള ആൾക്കാർക്ക് ചെരുപ്പ് ദാനം ചെയ്യുന്നതും ശനിയെ പോസിറ്റീവാക്കാമെന്നുള്ള. അപ്പോൾ ഈ പറഞ്ഞത് കൂടാതെ ഈ പറഞ്ഞ ഒരു വീഡിയോയുടെ ലിങ്ക് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പ്ലാനറ്ററി പൊസിഷനിൽ വരുമ്പോഴത്തേന് ആൾക്കാർക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും. അതായത് മൾട്ടിപ്പിൾ ജോബ് ചെയ്യുക, ഒന്നിൽ കൂടുതൽ 2 കൂടുതൽ ജോബ് ചെയ്യുക, ഒരിടത്തൊന്നും എത്താൻ പറ്റത്തില്ല. ഇവർ 3 ഇയേഴ്സ് ജോബ് ചേഞ്ച് ചെയ്തിട്ടാണുള്ള സിറ്റുവേഷൻ വരും. അങ്ങനെയൊക്കെയുള്ള ഒരു സിവിയർ സിറ്റുവേഷൻ വരുന്നിടത്ത് ലാൽക്കിതാവിലെ ഒരു റെമഡി ചെയ്തിട്ടുണ്ട്. അത് ഓർക്കുവാണെങ്കിൽ ഞാൻ അതിനകത്ത് ലിങ്ക് ഇട്ടേക്കാം. അത് കാണുക, കണ്ടിട്ട് ആ ഒരു കർമ്മം ചെയ്യുക. കാരണം അത് 10 മിനിറ്റ് വീഡിയോ ആണ്. അത് ദാനധർമ്മമാണ്. ആ ദാനധർമ്മം മനുഷ്യനെ ലൈഫ് വേണമെന്നൊരു വർഷത്തിൽ ഒരു പ്രാവശ്യം ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം മാറുന്നതാണ്. അത് എല്ലാ ഗ്രഹങ്ങളുടെ മൂലമന്ത്രം ജപിച്ചു പോകുന്നതും 108 തവണ, അത് 108 തവണ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ കൺസൾട്ടേഷനോ അല്ല റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബൃഹനാടി, നക്ഷത്രനാടി, അപ്പോൾ എന്തെങ്കിലും പഠിക്കാനോ ന്യൂമറോളജി, മൊബൈൽ ന്യൂമറോളജി അങ്ങനെ എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ ഒക്കെ താല്പര്യമാണല്ലോ ഇതിനകത്ത് ലിങ്ക് കൊണ്ട് ജോയിൻ ചെയ്യാം. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ 10,50,000 രൂപ 1,00,000 രൂപ ഒക്കെ എന്ന് പാർട്ട് ടൈം ഒക്കെ ചെയ്ത് പോലും ഉണ്ടാക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. കാരണം എവരിത്തിങ് ഈസ് ഇൻ ഫിംഗർ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ തന്നെ വെബ്സൈറ്റ് ഇവിടെ astro-guru.com നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി. ആദ്യം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1.5 മാസത്തിനകത്ത് ഫുൾ മീൻസ് ലൈവ് ആകും. ഓൾറെഡി ഇത് ലൈവാണ്. ശകലം കൂടെ മെയിൻ്റനൻസ് വർക്കുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് ആയിട്ടുള്ള എവിടുന്ന് ഈ ഒരു ഇന്ത്യ ആയിട്ടുള്ള എൻക്വയറി കാര്യങ്ങൾ ഒക്കെ വരുമെന്നുള്ള മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു പോസിബിലിറ്റിയും കൂടി ഇതിനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനോ എടുക്കാനോ ഒക്കെ ഉള്ളൊരു താല്പര്യമോ കാര്യമോ ഉണ്ടെന്ന് വരിയിൽ പഠിക്കാവുന്നതാണ്. ഇത്രയൊക്കെയാണ്. പിന്നെ കൺസൾട്ടേഷനോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നത് പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡ് ലൈനിൽ കൂടെ നമ്മൾ പഠിക്കുകയാണെന്നൊരു നല്ലതാണ്. അപ്പോൾ ഒരു ചാർട്ടർ നമ്മൾ അവിടുത്തെ കണക്ടിവിറ്റി ഒരു ഗ്രഹത്തിൽ നിന്ന് അടുത്ത ഗ്രഹത്തിലോട്ട് മീൻസ് കണക്റ്റ് ആകുന്ന ഒരു കണക്ടിവിറ്റി, ആ ഒരു കണക്ടിവിറ്റി അനുസരിച്ച് ഓരോ പ്ലാനറ്ററി പൊസിഷൻ നെഗറ്റീവും പോസിറ്റീവും ആകും. അപ്പോൾ ആ ഒരു പ്ലാനറ്ററി പൊസിഷൻ നമ്മുടെ ഓരോരുത്തരുടെയും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കാരണം ഇന്നൊരു നല്ല ഡോക്ടറെ കാണുന്നതിനെക്കാട്ടിൽ ഈ വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് നല്ലൊരു ഗെറ്റിംഗ് എ ഗുഡ് അസ്ട്രോളജർ. അത് എന്നാൽ പ്രോപ്പറായിട്ട് അറിയുന്ന ഒരു അസ്ട്രോളജർ. ഞാൻ ഈ വേദിക് അസ്ട്രോളജി പോലും എന്ന് പറഞ്ഞാൽ ഒരുപാട് ലിമിറ്റേഷനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ബൃഹനാടി ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ പലതും പഠിച്ചതാണ്. ഞാൻ 16 കൂടുതൽ കോഴ്സ് പഠിച്ച പാട്ടുകൾ. അതെല്ലാം നമുക്ക് ഈ ഒരു പ്രോപ്പറായിട്ടുള്ള നമ്മളെ മീൻസ് ഒരു എന്താ ഒരു അനലൈസ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞില്ലെന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടത്തില്ല. പിന്നെ നിങ്ങൾക്ക് വാസ്തു റിലേറ്റഡ് ആയിട്ട് എൻ്റെ ഞാനൊരു വീഡിയോ ചെയ്തിട്ട് നോക്കിയാൽ മതി. ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് ഇന്ന് വാസ്തു കണ്ടുപിടിക്കാൻ എങ്ങനെ നിങ്ങളുടെ ലൊക്കേഷനിൽ പോയിട്ട് വാസ്തു കണ്ടുപിടിക്കാം. ഒന്നും പോകേണ്ട കാര്യമില്ല, നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാം. അങ്ങനെ വൈഡായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വാസ്തു ആയാലും റിലേറ്റഡ് ആയിട്ട് പഠിക്കാനെടുക്കാനോ താല്പര്യമുണ്ടെന്നൊരു കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതുമായിട്ട് ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള നല്ല ഇത് വരും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.